ഭീഷ്ണശാലിനിയുടെ പുതിയ എപ്പിസോഡ്. പുതിയ കളക്ടർ ചാർജ് എടുക്കുന്ന ദിവസം കളക്ടറെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് ചന്ദ്രബോസും സുസ്മിതയും. കൂടെ ജഗതിയും ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്. മാലയും ബൊക്കയും ഒക്കെ ആയിട്ട് ചന്ദ്രബോസും സുസ്മിതയും ഒക്കെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിത ചോദിക്കുന്നുണ്ട്, വരുന്ന ആൾ എങ്ങനെയാണ്? ജോൺ എബ്രഹാമിനെ കുപ്പിയിലാക്കാനായിട്ട് നമ്മളെ കാശ് എത്രയാണ് മുടക്കിയെന്നറിയാമോ? അതുപോലെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരട്ടെ നോക്കാമെന്നൊക്കെ ചന്ദ്രബോസ് പറയുകയാണ്. പക്ഷെ ഇവരുടെ സംസാരമൊക്കെ ശ്രദ്ധിച്ച് ജഗദീപാണെങ്കിൽ അടുത്ത് നിൽപ്പുണ്ട്. പക്ഷെ ജഗദീപിന് ആകപ്പാടെ ഒരു ടെൻഷൻ, ഇവരെ സൂക്ഷിച്ച് നോക്കുകയൊക്കെ ചെയ്യുകയാണ്. ഇതിനിടയ്ക്ക് ശാലിനി ഇങ്ങനെ ജില്ലാ കളക്ടർ ബോർഡ് വെച്ച വണ്ടിയിൽ വരുന്ന പോലീസ് എസ്കോർട്ടോടുകൂടി വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസ് ആണെങ്കിൽ സുസ്മിതയോട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം നമ്മുടെ കാശിൻ്റെ കാര്യം, ജോൺ എബ്രഹാമിന് കൊടുത്ത കാശിൻ്റെ കാര്യം എന്തായി എന്ന് ചന്ദ്രബോസിനെ മാറ്റി നിർത്തി സുസ്മിത സംസാരിക്കുകയാണ്. അന്നേരം ജഗദീപ് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട്. അന്നേരം ആ കാശിൻ്റെ കാര്യം ചിറ്റപ്പാന്നിങ്ങനെ സുസ്മിത ചോദിക്കുമ്പോൾ അത് ഗോവിന്ദ എന്നിങ്ങനെ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ജഗദീപങ്ങ് വിളിച്ചു പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഹരിഗോവിന്ദ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. തുടർന്ന് ചന്ദ്രബോസിനങ്ങ് ദേഷ്യം വരികയാണ്. നീ ഇവനെ എന്തിനാണ് കൂടെ കൊണ്ട് നടക്കുന്നത്? ഇവനെ ഒഴിപ്പിച്ച് വിട്ടില്ലെങ്കിൽ ഇനിയും കോടികൾ പോകുമെന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാനാണ് ചിറ്റപ്പ? ഒരിക്കൽ ഇങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് വിട്ടാൽ എന്തെങ്കിലും കൃമതരം ഒപ്പിച്ച് വയ്ക്കും. പിന്നെ മേയറുടെ ഭർത്താവല്ലേ, ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതിന് കണക്കൊന്നും ഇല്ലാന്നും പറഞ്ഞ് ജഗദീപിനെ കുറിച്ച് ദേഷ്യത്തോടു കൂടി ചന്ദ്രബോസിനോട് സംസാരിക്കുകയാണ്. അതേസമയം ജഗദീപാണെങ്കിൽ ഇങ്ങനെ സുസ്മിതയും ജഗദീപിനെയും ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, മെനിങ്ങാന്ന് എന്നെ ഒരു ആൾ ഫോൺ വിളിച്ചിട്ട് ചോദിക്കുകയാണ് സ്റ്റാച്യൂവിൽ സ്ഥലം കൊടുക്കാനുണ്ടോയെന്ന്. എനിക്ക് സ്റ്റാച്യൂവിൽ എവിടെ നിന്നാണ് സ്ഥലം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നെറ്റിൽ പരസ്യം, എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പരസ്യം കൊടുത്തിരിക്കുകയാണ്, മേയറുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട്. അന്നേരം ഞാൻ ഇയാളോട് ചോദിച്ചപ്പോഴോ ആർക്കും വേണ്ടാതെ കിടക്കുന്ന കുറേ സ്ഥലമല്ലേ, നീ ഒരു മേയറല്ലേ, പേപ്പറും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പേരിൽ ഏർപ്പാടാക്കിയിട്ട് നമുക്ക് കൊടുക്കാമെന്ന് പറയുകയാണ്. അന്നേരം ചന്ദ്രബോസ് ഇങ്ങനെ ജഗദീപിനെ നോക്കിയിട്ട് പറയുകയാണ്, അല്ല ആർക്കും വേണ്ടാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ടി അത് നല്ല കാര്യമല്ലേ എന്ന് ചന്ദ്രബോസ് ശരിയാക്കുകയാണ്. അന്നേരം ജഗദീപ് അടുത്തടുത്തോട്ട് വരികയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാമെന്ന് പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, ഈ ചിറ്റപ്പൻ എന്തിൻ്റെ കേടാണ്? ആർക്കും വേണ്ടാത്ത സ്ഥലം ഏതാണെന്നറിയാമോ? ആ സെക്രട്ടേറിയറ്റ് മന്ദിരം നിൽക്കുന്ന സ്ഥലമാണെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് ആദ്യം ശ്രദ്ധിക്കുന്നില്ല. അന്നേരം സെക്രട്ടേറിയറ്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണെങ്കിൽ നല്ല കണ്ണായ സ്ഥലമല്ലേടി, പിന്നെ സെന്റിന് ലക്ഷങ്ങളും കോടികളും ഒക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ചന്ദ്രബോസ് ശ്രദ്ധിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മന്ദിരമോ എന്ന് പറഞ്ഞ് ജഗദീപ് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കിയാണ്. തുടർന്ന് ജഗദീപം അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നീളത്തിനുള്ള ഒരു വെള്ള കെട്ടിടമുണ്ടല്ലോ, അതങ്ങോട്ട് ഇടിച്ച് നിരത്തിയിട്ട് 100 മൂട് തെങ്ങിൻ തൈ അങ്ങോട്ട് വയ്ക്കാൻ നല്ല ആദായമായിരിക്കും എന്ന് പറയുകയാണ്. അതും കൂടി കേൾക്കുമ്പോൾ ചന്ദ്രബോസിന് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. അന്നേരം വഴക്ക് പറയാനോട്ട് തുടങ്ങുമ്പോൾ ജഗദീപ് അങ്ങ് മാറിപ്പോവുകയാണ്. തുടർന്ന് പിന്നെ സുസ്മിത പറയുകയാണ്, നമ്മൾ ഇത്രയും കളിയൊക്കെ കളിച്ചതും പണം ഇറക്കിയതും ഒക്കെ സത്യഭാമയെ കൊണ്ട് പിച്ച ചട്ടി എടുപ്പിക്കാനല്ലേ, അപ്പോൾ ഇനി അത് തുടർന്ന് പണം എത്ര പോയാലും വേണ്ടില്ല, സത്യഭാമയെ തെരുവിലേക്ക് ഇറക്കണം എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസിനോട് പറയുന്നു, അന്നേരം അതിന് നീ റെഡി ആയിക്കോ, വളയാനുള്ള ആള് വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് കുപ്പിയിലാക്കാം എന്ന് പറഞ്ഞ് ചന്ദ്രബോസും സുസ്മിതയും കൂടി സന്തോഷത്തിൽ നിൽക്കുകയാണ്. അന്നേരം ഈ സംസാരം കേട്ട് ജഗദീപ് ഇങ്ങനെ രണ്ടുപേരെയും അടിമുടി നോക്കുകയാണ്. പക്ഷെ ജഗദീപിനെ അറിയാം ശാലിനിയാണ് വരുന്നതെന്നും ജഗദീപിന്റെ കൈ ഇതിലുണ്ട് എന്നുള്ളത് ചന്ദ്രബോസിനേറെ സംശയമുണ്ട്. പക്ഷെ ചന്ദ്രബോസ് അങ്ങോട്ട് ഉറപ്പിക്കുന്നില്ല. ഇതേസമയം ശാലിനി വരുന്നത് കാണിക്കുന്നേ ഉള്ളൂ. ശാലിനി ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. ഇങ്ങനെ കാലുമേ കാലി വെച്ചിരിക്കുന്ന കാല്, താളോടിക്കുന്ന കൈയൊക്കെയാണ്, കണ്ണാടിയൊക്കെയാണ് കാണിക്കുന്നത്. തുടർന്ന് സുസ്മിത വെയിറ്റ് ചെയ്ത് മടുക്കുകയാണ്. എത്ര നേരമായിട്ട് ഇവിടെ ബൊക്കയും മാലയൊക്കെ പിടിച്ചുകൊണ്ട് കാത്തിരിക്കുന്നു, ഇത് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, മോളെ ആദ്യം നിന്റെ അസഹിഷ്ണുതയും ഈ ചിന്താഗതിയും ഒക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കും, വരുന്നതിന് ഏത് പിശാചായാലും കുപ്പിയിലാക്കി നമ്മുടെ കാര്യം സാധിച്ചെടുക്കുക, അതിലാണ് നിന്റെ മിടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം തന്നെ എന്നും പറഞ്ഞിങ്ങനെ ജഗദീപ് രണ്ടുപേരെയും നോക്കി അങ്ങ് തല ാണ്. തുടർന്ന് ശാലിനിയുടെ വണ്ടി എൻട്രൻസിലേക്ക് വരികയാണ്. അന്നേരം കളക്ടറെ വണ്ടി വരുന്നുണ്ട് എന്ന് ആരൊക്കെ വിളിച്ച് പറയുമ്പോൾ സുസ്മിതയും പിന്നെ ചന്ദ്രബോസും കൂടി മാലയും പൊക്കെയുമായിട്ട് മുന്നോട്ട് ഇങ്ങനെ വരികയാണ്. തുടർന്ന് പോലീസ് സോമശേഖരനും സംഘവും ഒക്കെ ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശാലിനിക്കായിട്ട് ഡോറ് തുറന്ന് കൊടുക്കുകയാണ്. അന്നേരം സ്വീകരിക്കാനായിട്ട് ചന്ദ്രബോസ് സുസ്മിതയും കൂടി അങ്ങോട്ട് ചെന്ന് നിൽക്കുകയാണ്. തുടർന്ന് ഡോറ് തുറന്ന് ശാലിനി ഇറങ്ങുകയാണ്. അന്നേരം ജഗദീപിനാണെങ്കിൽ ആകെ സന്തോഷം. ജഗദീപ് ഓടി അങ്ങ് അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ ശാലിനി ഇറങ്ങുന്നത് കണ്ടിട്ട് ആകെ അന്തം വിട്ട് കിളി പോയി നിൽക്കുകയാണ്
സുസ്മിതയും ചന്ദ്രബോസും. സുസ്മിത ഇങ്ങനെ കണ്ണും തുറിച്ച് ഇങ്ങനെ വായും തുറന്ന് നിൽക്കുകയാണ്. അതേ അവസ്ഥയിൽ ചന്ദ്രബോസും നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യുന്നുള്ള എല്ലാ കളികളും അവിടെ അവസാനിക്കുകയാണെന്ന് സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും മനസ്സിലാവുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ഇങ്ങനെ വായും തുറന്ന് ആ ബൊക്കയും പിടിച്ച് നിൽക്കുകയാണ്. തുടർന്ന് അടിപൊളി എന്ന് പറഞ്ഞിട്ട് ജഗദീപ് ഓടിപ്പോയി ചന്ദ്രബോസിന്റെ കയ്യിൽ നിന്നും ആ ബൊക്ക ഇങ്ങോട്ട് വാങ്ങുകയാണ്. ഇത് എന്തോന്ന് വായും തുറന്നിരിക്കുന്ന, വായ ഇങ്ങോട്ട് അടച്ചു എന്നും പറഞ്ഞ് ആ വാ പിടിച്ച് അടപ്പിക്കുകയാണ് ചന്ദ്രബോസിന്റെ ജഗദീപ്. തുടർന്ന് ഹാർട്ട്ലി വെൽക്കം പിന്നെ ശാലിനി മാഡം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ശാലിനിയെ തിരുത്തുകയാണ്. വെൽക്കം ബാക്ക് ജഗദീപ് എന്നിങ്ങനെ പറയുമ്പോൾ അത് തന്നെ വെൽക്കം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പൊളിക്കും, മാഡത്തിൻ്റെ മാസ് എൻട്രി അല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. തുടർന്ന് ഓരോ ഉദ്യോഗസ്ഥരായിട്ട് വന്നിട്ട് വെൽക്കം ഒക്കെ പറയുകയാണ്. അനുപല്ലവിയും ഫെർണാണ്ടസും കുറേ ഉദ്യോഗസ്ഥരൊക്കെ വന്ന് പറയുന്നുണ്ട്. തുടർന്ന് ഇത് നമ്മുടെ മേയറാണ് സുസ്മിത എന്നിങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ സുസ്മിത ഇങ്ങനെ ശാലിനി നോക്കിയാണ്. അതിനു മുന്നേ സുഖമല്ലേ ജഗദീപേ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അതെ സുഖം തന്നെ, ഒരുവിധം കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു. പിന്നെ ഇന്നലെ വരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങോട്ട് തീർന്നില്ലേ, ഇനിയിപ്പോൾ നമുക്കങ്ങോട്ട് പൊളിക്കണം എന്ന് പറയുമ്പോൾ പൊളിച്ചടുക്കണം, അതിനല്ലേ വന്നിരിക്കുന്നതെന്ന് ശാലിനി പറയുകയാണ്. തുടർന്ന് ഇതാണ് നമ്മുടെ മേയർ സുസ്മിത എന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ തിരിഞ്ഞ് ശാലിനി നോക്കുകയാണ്. പക്ഷെ അന്നേരം അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിതയും ചന്ദ്രബോസും. മേയർ എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയായിട്ട് വരും കേട്ടോ എന്ന് ജഗദീപ് പറയുന്നുണ്ട്. തുടർന്ന് മേയർ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാലിനിയ ബൊക്ക പേഴ്സണൽ അസിസ്റ്റന്റിലേക്ക് കൊടുത്തിട്ട് സുസ്മിത അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷേ സുസ്മിതയും ചന്ദ്രബോസും ഇങ്ങനെ നിശ്ചലമായിട്ട് തന്നെ അന്തം വിട്ട അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് ചെല്ലുന്ന ശാലിനി ഇങ്ങനെ വിരൽ ഞൊടിക്കുകയാണ്. ആ വിരൽ ഞൊടി ശബ്ദം കേട്ടാണ് പെട്ടെന്ന് സുസ്മിതയ്ക്ക് ഇങ്ങനെ ബോധം വരുന്നത്. സുസ്മിത ഇങ്ങനെ തിരിഞ്ഞ് ശാലിനിയെ തന്നെ നോക്കുകയാണ്. അന്നേരം സുസ്മിത ആലോചിക്കുന്നുണ്ട്, പലപ്പോഴായിട്ട് ശാലിനി ഇങ്ങനെ വിരൽ ഞൊടിക്കുമ്പോൾ സുസ്മിത നിന്ന ഓരോരോ സന്ദർഭങ്ങൾ ഓർമ്മിക്കുകയാണ്. അന്നേരം ഇത്രയേ ഉള്ളൂ നീ എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വിരൽ ഞൊടിച്ചതെന്നൊക്കെ പല സന്ദർഭങ്ങളിൽ ശാലിനി പറഞ്ഞ് സുസ്മിത എങ്ങും ഓർത്തു പോവുകയാണ്. അന്നേരം പിന്നെ ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുന്നുണ്ട്. മേയർക്ക് എന്നെ ഓർമ്മയുണ്ടോ, മനസ്സിലായി കാണുമല്ലോ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അനുപല്ലവി പറയുന്നുണ്ട്, ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് എന്ന് പറയുമ്പോൾ ശാലിനി ചന്ദ്രബോസിന്റെ അടുത്തേക്ക് നോക്കുകയാണ്. ചന്ദ്രബോസിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ശാലിനി വിഷ്ണു എന്നിങ്ങനെ IAS എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്രബോസ് അറിയാതെ ഇങ്ങനെ സല്യൂട്ട് ചെയ്ത് പോവുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് ഓർമ്മിക്കുന്നുണ്ട്, അന്ന് ലോക്കപ്പിൽ വെച്ച് വിഷ്ണുവിനെ ഇറക്കാൻ വന്നപ്പോൾ ശാലിനിയോട് പറഞ്ഞത് ഇവൾക്ക് പിന്നെ IAS എന്നല്ല PSC പരീക്ഷയിലെ ഒരു ക്ലറിക്കൽ പോസ്റ്റിൽ പോരും, ഒരു അറ്റൻഡർ പോസ്റ്റ് ഇപ്പോൾ ഒരു ജോലി കിട്ടില്ല എന്ന് പറഞ്ഞതും ഓർമ്മിക്കുകയാണ്. തുടർന്ന് ശാലിനി വിഷ്ണു എന്നിങ്ങനെ പറയുമ്പോഴാണ് വിഷ്ണുവിനെ തലേ ദിവസം ലോക്കപ്പിലിട്ട് തല്ലിയതൊക്കെ ഓർത്ത് ചന്ദ്രബോസ് ആകെ നിന്നങ്ങ് വിയർക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും കർച്ചീഫ് എടുത്ത് ഇങ്ങനെ വിയർപ്പൊക്കെ ഒപ്പുകയാണ്. തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് ചെന്നിട്ട് അല്ല മേയർ ഇവിടെയെങ്ങും അല്ല എന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. അല്ല, ശരീരം ഇവിടെയും മനസ്സെവിടെയോ വച്ചിരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഇനി പുതിയതായിട്ട് ജനങ്ങളെ എങ്ങനെ സേവിക്കണമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുഴുവൻ സമയവും സാധുജന പരിപാലനത്തിൽ തന്നെയാണ്, പാവങ്ങളെ സേവിക്കൽ തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ജഗദീപ് പറയുകയാണ് അതെ സേവിച്ച് എൻഫോഴ്സ്മെന്റിന്റെ 3 കേസ് ഇപ്പോൾ കയ്യിലുണ്ടെന്ന് പറയുകയാണ്. അന്നേരം ഇവനെ ഇന്ന് ഞാനെന്നും പറഞ്ഞ് ചന്ദ്രബോസ് പല്ല് അടിച്ച് പിടിക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി പറയുകയാണ് സേവിക്കട്ടെ ജഗദീപേ, ജനസേവനം ആര് ചെയ്താലും അത് നല്ലത് തന്നെയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് കാണണമല്ലോ മേയർ ACP എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. തുടർന്ന് ജഗദീപ് പറയുന്നുണ്ട് അല്ല സുസ്മിത, മേയറെ അങ്ങോട്ട് മാലയിട്ട് സ്വീകരിക്കാനായിട്ട്. അന്നേരം മാല സുസ്മിതയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. കളക്ടർ സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ മാലയും ബൊക്കയും ഒക്കെ വാങ്ങിച്ചത്, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, കളക്ടർ സ്വീകരിക്കുക എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിത ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോൾ കല്യാണം കഴിക്കാനൊന്നും അല്ലല്ലോ പറഞ്ഞത്, സ്വീകരിക്കാനല്ലേ പറഞ്ഞതെന്നും പറഞ്ഞ് ജഗദീപ് ഇങ്ങനെ സ്വയം ചിരിക്കാനും എല്ലാവരെയും നോക്കുകയാണ്. പക്ഷേ ആരും ചിരിക്കുന്നില്ല. അന്നേരം ഏറ്റില്ല എന്നും പറഞ്ഞിങ്ങനെ ജഗദീപ് നിൽക്കുകയാണ്. തുടർന്ന് ചന്ദ്രബോസിനെ നോക്കുമ്പോൾ ഇട്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. തുടർന്ന് സുസ്മിത ഇങ്ങനെ ശാലിനിയുടെ കഴുത്തിലേക്ക് മെല്ലെ അങ്ങ് മാല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ ഇങ്ങനെ ഷേക്ക് ഹാൻഡ് പോലെ കാണിച്ചിട്ട് പറയുന്നുണ്ട് വെൽക്കം ടു സെക്കൻഡ് സീസൺ മാഡം എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ് അതിന് നമ്മുടെ ഫസ്റ്റ് സീസണിൻ്റെ ക്ലൈമാക്സ് എൻ്റെ ആയിട്ടില്ലല്ലോ, പിന്നെ അല്ലേ സെക്കൻഡ് സീസൺ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഞാൻ മാഡത്തിൻ്റെ കഴുത്തിൽ ഹാരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്, പൂക്കളാണ്, അതിന് ഒരു ദിവസത്തെ ആയുസേ ഉള്ളൂ, പിന്നീട് അത് ഓടയിലേക്കോ കുപ്പത്തൊട്ടിയിലേക്കോ ഒക്കെ വലിച്ചെറിയും എന്നിങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി സുസ്മിത വീണ്ടും അങ്ങ് വലം പിടിച്ച് നിൽക്കുകയാണ്. അന്നേരം മാല അങ്ങോട്ട് ഊരി അസിസ്റ്റന്റ് PAയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശാലിനി പറയുകയാണ് പിന്നെ കഴുതയ്ക്ക് 33 കുരങ്ങനെ 32 അങ്ങനെ എന്തോ
കുതിരയ്ക്ക് 30 വർഷമേ ആയുസുള്ളൂ. ആയുസിൻ്റെ കണക്ക് പറഞ്ഞതാണ്. പക്ഷേ സിംഹത്തിന് 12 വർഷമേ ആയുസുള്ളൂ. 12 വർഷം എന്നല്ല, 12 ദിവസം ജീവിച്ചാലും സിംഹക്കുട്ടി എന്നും സിംഹക്കുട്ടി തന്നെയാണ്. എനിക്ക് വർഷങ്ങളോ മാസങ്ങളോ ഒന്നും വേണ്ട, മണിക്കൂർ മതി, ഒരൊറ്റ മണിക്കൂർ മതി. അതിനകത്ത് ഞാൻ എല്ലാം അഴിച്ചു പണിഞ്ഞ് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടി കാണണം സുസ്മിതയെ. ആത്മവിശ്വാസം നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ തോളിൽ ഇങ്ങനെ ഒന്ന് പിടിച്ച് കുലുക്കുകയാണ്. എന്നിട്ട് ആരെയും മൈൻഡ് ചെയ്യാതെ ശാലിനി അങ്ങ് നടന്നു പോവുകയാണ്. പിറകെ എല്ലാവരും പോകുന്നുണ്ട് ശാലിനിയുടെ പിറകെ. പക്ഷെ അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിതയും ചന്ദ്രബോസും. തുടർന്ന് ചിറ്റപ്പൻ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ആകെ ദേഷ്യത്തിൽ സുസ്മിത ചന്ദ്രബോസിനെ അങ്ങോട്ട് വിളിച്ച് മാറ്റി നിർത്തി വീണ്ടും സംസാരിക്കുകയാണ്. ഇവളിപ്പോൾ എവിടെ നിന്നാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത്? പുതിയ കളക്ടർ ആരാണെന്ന് ചിറ്റപ്പൻ അറിഞ്ഞില്ലെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാൻ എങ്ങനെ അറിയാനാന്ന് ചോദിക്കുകയാണ്. അന്നേരം ചിറ്റപ്പന് വേറെ വല്ല പണിക്കും പൊയ്ക്കൂടെ എന്നും പറഞ്ഞ് സുസ്മിത ആകെ ദേഷ്യത്തിലാണ്. അന്നേരം പറയുന്നുണ്ട്, ജോൺ എബ്രഹാമിൻ്റെ കസേര തെറിച്ച എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കിളി പോയി. അന്ന് നിന്നെ ഈ കാര്യം ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം 2 എണ്ണം വീശി. അന്നേരം എൻ്റെ ബോധം അങ്ങ് പോയി. പിന്നെ ബോധം തെളിഞ്ഞത് രാവിലെയാണ്. അപ്പോൾ കളക്ടർ സ്വീകരിക്കാനായിട്ട് വരണമെന്നുള്ള മെസ്സേജാണ് കണ്ടത്. ആരാ എന്താണെന്ന് നോക്കാനായിട്ട് ഞാൻ പോയില്ല, ഓടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തതെന്ന് പറയുകയാണ്. അന്നേരം ഇവൾക്ക് പകരം ഏതൊരു പിശാച് വന്നിരുന്നാലും കുഴപ്പമില്ലായിരുന്നു, ഇത് ഡെവിളാണെന്നൊക്കെ പറഞ്ഞ് സുസ്മിത അങ്ങ് ചാടിക്കടിക്കുകയാണ്. അന്നേരം ഇനി ഈ കളക്ടർ നിയമനമൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല, നേരത്തെ അറിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ചന്ദ്രബോസ് നിൽക്കുകയാണ്. അന്നേരം ഇവരുടെ സംസാരം കുറച്ച് ദൂരെ നിന്ന് ജഗദീപ് ഇതെല്ലാം കേൾക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും ചിറ്റപ്പ, ഈ കളക്ടർ എന്ന് പറഞ്ഞാൽ വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അന്നേരം ആർക്കാടാ പേടിയെന്നും പറഞ്ഞ് ചന്ദ്രബോസ് ജഗദീപിനെതിരെ ചാടി കടിക്കാൻ ചെല്ലുകയാണ്. അന്നേരം അങ്ങാടി തോറ്റേനെ അമ്മയുടെ നെഞ്ചത്തോട്ടാന്ന് പറയുകയാണ്. അന്നേരം ഇവന് ഇന്ന് ഞാനെന്നും പറഞ്ഞ് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, വേണ്ട ചിറ്റപ്പ, ജഗദീപ് പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പേടിച്ച് ഓടിയാൽ അവളെ പേടിച്ചു എന്നേ കരുതത്തുള്ളൂ. എല്ലാം പൊളിച്ചടുക്കിയിട്ട് അവൾക്ക് നമ്മളെ ഒന്നുകൂടെ കാണണം എന്നല്ലേ പറഞ്ഞത്, നമുക്ക് എന്തായാലും കാണുക തന്നെ ചെയ്യാം, അങ്ങനെ പേടിച്ചോടാനായിട്ട് പാടില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതാണ് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ജഗദീപം കട്ടയ്ക്ക് നിൽക്കുകയാണ്. അന്നേരം പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം, അതങ്ങോട്ട് ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അല്ലേ ചിറ്റപ്പ എന്ന് പറയുമ്പോൾ വീണ്ടും ചന്ദ്രബോസിന് ദേഷ്യം വരികയാണ്. ജഗദീപിനെ അങ്ങ് അടിക്കാനുള്ള ദേഷ്യം വരെ ചന്ദ്രബോസിനുണ്ട്. പക്ഷേ സുസ്മിത പറഞ്ഞത് കാരണം ചന്ദ്രബോസ് ആകെ അങ്ങ് ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയാണ്. ഇതേസമയം ശാലിനിയുടെ ക്യാബിനിൽ ബാക്കി ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട്. ശാലിനി പറയുകയാണ്, പരിചയപ്പെടലൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആദ്യം പരിശോധിക്കാനുള്ളത് ജോൺ എബ്രഹാം ചാർജ് ചെയ്ത പിന്നെ ഇല്ലീഗലായിട്ട് വെപ്പൺ കസ്റ്റഡിയിൽ വെച്ചു എന്നുള്ളൊരു ഫയലില്ലേ, ആ ഫയലാണ് എനിക്ക് കാണേണ്ടത് എന്നിങ്ങനെ പറയുകയാണ്. അനുപല്ലവി എല്ലാവരും ഒക്കെ ഉണ്ട്. ഇതേസമയം ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നും പറഞ്ഞ് സുസ്മിതയും ചന്ദ്രബോസും ജഗദീപും ഒക്കെ വെളിയിലാണ്. ജഗദീപ് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് ഇതിപ്പോൾ 8ൻ്റെ അല്ല 80ൻ്റെ പണിയാണെന്ന് ജഗദീപ് പറയുകയാണ്. അങ്ങനെ ജോൺ എബ്രഹാമിൻ്റെ കസേരയിൽ അവളിരിക്കുക എന്ന് വെച്ചാൽ മാനക്കേട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുസ്മിത നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയെ കാണുന്നുള്ളൂ എന്ന് കുറേയൊക്കെ ആലോചിച്ചിട്ട് ജഗദീപ് പറയുകയാണ്. അന്നേരം എന്താണെന്നിങ്ങനെ സുസ്മിത ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്. അന്നേരം ജോൺ എബ്രഹാമിൻ്റെ കസേരയിൽ ശാലിനി മേഡം ഇരിക്കണ്ട, ശാലിനി മേഡത്തിന് വേറൊരു കസേര വാങ്ങിച്ചു കൊടുക്കാം, അതിലിരുന്നോട്ടെ എന്ന് പറയുമ്പോഴും സുസ്മിതയ്ക്കും ചന്ദ്രബോസിനും അങ്ങ് ദേഷ്യം വരികയാണ്. ഇവന് ഇന്ന് ഞാനെന്നും പറഞ്ഞ് ജഗദീപിൻ്റെ കൊങ്ങയ്ക്ക് പിടിക്കാനായിട്ട് സുസ്മിത പോകുമ്പോൾ വേണ്ടാന്നും പറഞ്ഞ് സുസ്മിതയെ മോളെ വേണ്ടാന്നും പറഞ്ഞ് പിടിച്ചങ്ങോട്ട് മാറ്റുകയാണ്. അന്നേരം ജഗദീപ് അങ്ങോട്ട് കുതറി മാറുകയാണ്. ഇത് കളക്ടറേറ്റ് ആണ് എന്നുള്ളത് ഓർമ്മ വേണം, നീ സ്ഥലം മേയറാണ്, ആളുകൾക്ക് നിന്ന് തിരിയാൻ പറ്റാത്ത പിന്നെ സിറ്റുവേഷൻ ആണ്, ആരെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ടാൽ മതി, അത് ഓർക്കണം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ദേഷ്യം കടിച്ചു പിടിക്കുകയാണ്. തുടർന്ന് ദൂരേക്ക് അങ്ങ് നീങ്ങി പോവുകയാണ് ജഗദീപ്. തുടർന്ന് ഫയലൊക്കെ പരിശോധിച്ച ശേഷം അനുപല്ലവിയോടൊന്നോണം ശാലിനി പറയുകയാണ്, പുതിയൊരു ഓർഡർ ടൈപ്പ് ചെയ്യണം. ജില്ലാ കളക്ടറായി ചുമതല ഏറ്റെടുത്ത ശാലിനി വിഷ്ണുവിൻ്റെ ആദ്യത്തെ ഉത്തരവ് എന്ന് പറയുകയാണ്. അന്നേരം എസ് മാഡം എന്നിങ്ങനെ അനുപല്ലവി പറയുകയാണ്. തുടർന്ന് ആകെ ടെൻഷനിലിരിക്കുന്ന സുസ്മിതയോട് ചന്ദ്രബോസ് പറയുകയാണ്, മോളെ നീ വിഷമിക്കുന്നതിലെ ഒന്നും നടക്കാനായിട്ട് പോകുന്നില്ല, അവൾ ഒരു മലയും അങ്ങോട്ട് മറിക്കാനായിട്ട് പോകുന്നില്ല. പഞ്ചാബിലും ഒറീസയിലുമൊക്കെ സബ് കളക്ടറും അസിസ്റ്റന്റ് കളക്ടറും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ജില്ലാ കളക്ടറായിട്ട് അവളുടെ ആദ്യത്തെ പോസ്റ്റാണ്. ഈ ലോകം തന്നെ നന്നാക്കി കളയെന്നും പറഞ്ഞാണ് ഓരോരുത്തർ ഇറങ്ങി പുറപ്പെടുന്നത്. പക്ഷേ ആദ്യത്തെ ആവേശമൊന്നും പിന്നീട് കാണില്ല. എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും നടക്കാനായിട്ട് ഒപ്പം നിൽക്കുന്നവർ സമ്മതിക്കില്ല. അവരും കൂടി വിചാരിച്ചാലല്ലേ നടക്കുകയുള്ളൂ. ഒന്നും ചെയ്യാൻ പോണില്ല. ഈ IAS-ഉം IPS-ഉം ഒക്കെ തമ്മിലുള്ള ആ ശത്രുതയും അതൊക്കെ ഇല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ നിന്നും നമ്മൾ തന്നെ ചമ്മി നാറിച്ച് അവളെ അങ്ങ് പറഞ്ഞു വിടാം, അതിൻ്റെ ഒരു സുഖമൊന്നും വേറെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതയെ കുറച്ച് ധൈര്യമൊക്കെ വരികയാണ്. അന്നേരം ജഗദീപ് ഇങ്ങനെ രണ്ടുപേരെ സംസാരം കേട്ട് തലയൊക്കെ പിന്നെ ഇങ്ങനെ വെട്ടിച്ച് ചിരിച്ച് ഇങ്ങനെ തല ഒലുക്കി അങ്ങ് നിൽക്കുകയാണ്.
തുടർന്നും സുസ്മിത എഴുന്നേറ്റ് പറയുകയാണ്, അതെ ചിറ്റപ്പൻ പറഞ്ഞ പോലെ അവൾ എന്ത് മലയാണ് മറിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, ഇവിടെ നിന്ന് നമുക്ക് അവളെ ഓടിക്കുക തന്നെ ചെയ്യാം, എന്തായാലും അവളെ നമുക്കൊന്ന് നേരിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് പിന്നെ കളക്ടറുടെ ക്യാബിനിലേക്ക് കയറി ചെല്ലുകയാണ്. മാഡം എന്ന് പറഞ്ഞിട്ട് ആദ്യം അസിസ്റ്റന്റ് ചന്ദ്രബോസും പിന്നെ പിറകെ സുസ്മിതയും ജഗതിയുമായിട്ട് ഇങ്ങനെ ചെന്ന് നിൽക്കുകയാണ്. അന്നേരം ആ ക്യാബിനിലിരുന്ന് എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ ആ ഫയലിൽ നോക്കിക്കൊണ്ടിരുന്ന ശാലിനി ഇങ്ങനെ കണ്ണെടുത്ത് അവരെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷ്ണുവിനെ ഇറക്കാനുള്ള ഓർഡർ തന്നെയാണ് ആദ്യം പിന്നെ സത്യഭാമയുടെ തോക്കിൻ്റെ ലൈസൻസ് റിന്യൂവൽ ചെയ്യുന്നത് തന്നെയാണ് ആദ്യം ചെയ്യുന്നത്. പിന്നീടൊക്കെ ഇനി കാണാം. ഓക്കെ, താങ്ക്